വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഇന്നൊരാണ്ട്. സഹപാഠികളുടെ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനായാണ് കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ SFI പ്രവർത്തകരായ 17 വിദ്യാർത്ഥികളെ ആന്റി റാഗിംഗ് കമ്മിറ്റി 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. റാഗിങ്ങിനെതിരെ നടപടിയെടുക്കാത്ത വൈസ് ചാൻസലർ അടക്കമുള്ളവർക്കെതിരെയും നടപടിയുണ്ടായി. എല്ലാ റാഗിംഗ് കേസുകളിലും SFI ഒരു വശത്തുണ്ടെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. റാഗിങ്ങിനെതിരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി രംഗത്തിറങ്ങും. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുമായി അക്കാര്യം ചർച്ച ചെയ്തുവെന്നും അലോഷ്യസ് സേവ്യർ. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. പരിശീലനം കഴിഞ്ഞ് മടങ്ങവേ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കുട്ടിയുടെ ചെവി തകർന്നു. സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാൻ വൈകിയെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. 2 ആഴ്ച മുമ്പ് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ആണ് പുറത്തു വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 9ാം ദിവസത്തിൽ. മറ്റന്നാൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശാ വർക്കർമാർ പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കാനാണ് തീരുമാനം. എന്നിട്ടും അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും സർക്കാർ നൽകുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ചെലവ് പുനഃപരിശോധിക്കാൻ നിർദ്ദേശം. കെട്ടിടങ്ങൾക്ക് ചെലവാകുന്ന തുക പുനഃപരിശോധിക്കാൻ കിഫ്കോണിനോട് ആവശ്യപ്പെടും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. നിർമ്മാണ ചെലവ് കൂടിയെന്ന വിമർശനത്തിന്റെ സാഹചര്യത്തിലാണ് തീരുമാനം. വയനാട് പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ പദ്ധതികൾ ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം നടപ്പിലാക്കും. മുണ്ടക്കൈ ദുരന്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര വായ്പയിൽ പദ്ധതികളുടെ DPR ഇന്ന് വിവിധ വകുപ്പുകൾ സർക്കാരിന് കൈമാറും. കൈമാറുന്ന പദ്ധതികൾക്ക് നാളെ തന്നെ ഭരണാനുമതി നൽകിയേക്കും. പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ ധാരണയായി. ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. നോ ഗോ സോണിലെ താമസക്കാരാണ് 2ാം ഘട്ട പദ്ധതിയിൽ ഉണ്ടാവുക. ലേഖന വിവാദത്തിൽ ശശി തരൂരിനെതിരെ പരസ്യ ഏറ്റുമുട്ടലിനിറങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴരുതെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം തരൂരിനെ ഒറ്റതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുകയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം. ശശി തരൂർ വിവാദത്തിലെ ചർച്ച കേരളീയരും കേരള വിരുദ്ധരുമെന്ന നിലയിലേക്ക് മാറിയെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. സഭയിലെ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമാകരുതെന്നും P. രാജീവ് പറഞ്ഞു. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും മന്ത്രി P. രാജീവ്.